സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം കലർത്തേണ്ടെന്ന് തൃശൂർ മേയർ. തന്റെ ആദർശവും സുരേഷ് ഗോപിയുടെ ആദർശവും വേറെയാണ്. ബിജെപിയിലേക്ക് പോകുമെന്ന വാർത്തകൾ തെറ്റാണെന്നും സിപിഎമ്മിന് ഒപ്പമാണ് താനെന്നും MK വർഗീസ്. ഞാൻ ബിജെപിയിലേക്ക്, എൻ്റെ ആദർശം വേറെ, അദ്ദേഹത്തിൻ്റെ ആദർശം വേറെ, അത് തമ്മിൽ സമന്വയിപ്പിച്ച് ഞാനിതിപ്പോൾ ബിജെപിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നത് വലിയ തെറ്റായ ഒരു പ്രവണതയല്ലേ. കാരണം ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്, ഇടതുപക്ഷത്തിൽ ഉറച്ചു തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്, ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ് ഞാൻ. വിവരങ്ങളുമായി ലെവിൻ ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും. ലെവിൻ, തിരഞ്ഞെടുപ്പ് കാലം മുതൽ സുരേഷ് ഗോപിയും ഒപ്പം തന്നെ മേയറും തമ്മിലുള്ള ഇത്തരത്തിലുള്ള ചർച്ചകളും തുടർന്നുണ്ടായ വിവാദങ്ങളും ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഏറ്റവും ഒടുവിലായുള്ള പരാമർശവും അത്തരത്തിൽ തന്നെയാണ് കേരളം സ്വീകരിച്ചത്. ഈ ഒരു അവസരത്തിൽ MK വർഗീസിന്റെ ഒരു വിശദീകരണത്തെ എങ്ങനെയായിരിക്കും CPM നോക്കിക്കാണുക? ഒപ്പം തന്നെ ആ വിശദീകരണത്തിന്റെ വിശദമായൊരു അവലോകനവും. സംഗീത, ഇന്നലെ അയ്യന്തോളിൽ വെച്ച് നടന്ന പരിപാടിയിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ തൃശൂർ മേയർ MK വർഗീസും തമ്മിൽ വീണ്ടും വിവാദങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നതും. ഈ കണ്ടുമുട്ടി നടന്ന പൊതുപരിപാടി യോഗത്തിൽ ഇരുവരും തമ്മിൽ പ്രശംസിക്കുന്ന തരത്തിൽ പരസ്പരം പ്രശംസിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടുമാണ് പ്രസംഗങ്ങളുടെ ഭൂരിഭാഗ സമയവും സംസാരിച്ചത്. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ ഒരു വിശദീകരണവുമായി MK വർഗീസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, മേയറുടെ വിഷയത്തിൽ സുരേഷ് ഗോപിയുമായി മേയർ എന്നുള്ള നിലയിലാണ് കൂടിക്കാഴ്ച നടത്തിയതും ആശയവിനിമയം നടത്തിയത്. അതിൽ രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല. സുരേഷ് ഗോപി തൃശൂരിന്റെ MP എന്നുള്ള നിലയിൽ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. ആ പ്രതീക്ഷ തന്നെയാണ് താനും പറഞ്ഞു വെക്കുന്നത്. തന്റെ ആദർശവും സുരേഷ് ഗോപിയുടെ ആദർശവും വേറെയാണ്. താൻ CPM-ന്റെ അനുഭാവിയാണ്. CPM-ന്റെ തീരുമാനങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കേണ്ട ആളാണ്. ഇടതുപക്ഷത്തിന്റെ കൂടെയാണ്, ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കും. ഇതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് CPI-ക്കെതിരെയുള്ള ഒരു പരോക്ഷ വിമർശനം കൂടി മേയറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. CPM-ന്റെ താല്പര്യത്തോടു കൂടി മേയറായ ആളാണ് താൻ. അതിൽ CPI അത്ര വലിയ വിയോജിപ്പുകൾ ഉയർത്തേണ്ട കാര്യമില്ല. താൻ എവിടേക്ക് മാറില്ല. ഇടതുപക്ഷത്തെ വ്രണപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയും ചെയ്യില്ല. CPI-ക്ക് അതൃപ്തി വരേണ്ട സാഹചര്യമില്ല എന്നിങ്ങനെ തുടങ്ങിയ വിശദീകരണങ്ങളാണ് അദ്ദേഹം നൽകുന്നത്. പക്ഷേ ഇദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുമ്പോഴും CPI-യും CPM-ഉം മേയറുടെ കാര്യത്തിലടക്കം ഇതിനോടകം തന്നെ ചർച്ചകൾ പലതവണ നടത്തിയിട്ടുണ്ട്. CPI മേയറെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട്, രാജിവെപ്പിക്കാൻ നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് CPM-ന് ആശയവിനിമയം നടത്തിയ ഒരു സാഹചര്യം കൂടിയാണ്. ജില്ലയിലെ LDF സംവിധാനത്തെ തന്നെ മേയറുടെ വിഷയത്തെ ചൊല്ലി LDF യോഗങ്ങളിലടക്കം ചേരാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയും മേയറും തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുന്നതും ഇരുവരും തമ്മിൽ പുകഴ്ത്തുന്നതും. ഇത് ജില്ലയിലെ ഇരു പ്രധാന LDF-നുള്ളിലെ പ്രധാന പാർട്ടികൾക്കിടയിലും അവമതിപ്പിനിടയാക്കിയിട്ടുണ്ട്. CPM-നുള്ളിലെ ഒരു വിഭാഗത്തിനും CPI-ക്ക് പൂർണ്ണമായും മേയറുടെ പ്രവൃത്തികളോട് കടുത്ത വിയോജിപ്പാണുള്ളത്. പക്ഷേ നഗരസഭയുടെ ഭരണം, കോർപ്പറേഷന്റെ ഭരണം ഏത് വിധേനയും പൂർത്തിയാക്കുക, 5 വർഷം പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചില വിട്ടുവീഴ്ചകൾ CPM ഇതിനോടകം തന്നെ അനുവദിച്ചിട്ട് അത്തരമൊരു സാഹചര്യത്തിൽ വീണ്ടും പ്രകോപനപരമായ രീതിയിൽ മേയറുടെ പെരുമാറ്റം ഉണ്ടാകുന്നത് ജില്ലയിലെ സംഘടനാ സംവിധാനങ്ങളെ ആകെ ബാധിക്കും എന്നുള്ളൊരു വിലയിരുത്തലും ഇതിനോടകം തന്നെ CPM വിലയിരുത്തിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ വരുന്ന നടപടികളെ കുറിച്ചാകും CPM LDF നേതൃത്വ യോഗങ്ങൾ ചർച്ച ചെയ്യുക. അതിനു മുന്നോടിയായി ഒരു വട്ടം മേയറെ വിളിച്ച് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ആണ് മേയറുടെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. CPI-ക്ക് ഈ വിഷയങ്ങളിൽ അവമതിപ്പുണ്ടാകേണ്ട, അതൃപ്തി ഉണ്ടാകേണ്ട സാഹചര്യമില്ല. CPM-യുമായി യോജിച്ച് പ്രവർത്തിക്കും. ഇടതുപക്ഷത്തിനൊപ്പമാണ് താൻ നിൽക്കുക. ചില സൂചനകൾ പുറത്തു വന്നിരുന്നു, മേയർ BJP-യിലേക്ക് എന്നുള്ള സൂചനകൾ. അത്തരം സൂചനകളെയൊക്കെ തള്ളിക്കൊണ്ടായിരുന്നു ഇന്ന് അല്പസമയങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നടത്തിയത്. സംഗീത. ശരി ലെവിൻ, സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം കലർത്തേണ്ടെന്ന് തൃശൂർ മേയർ പറയുമ്പോഴും മേയറുടെ വിശദീകരണത്തിൽ LDF പ്രതിസന്ധിയിലാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് തൃശൂരിൽ നിന്ന് ലെവിൻ K. വിജയൻ നൽകുന്നത്.